ഓക്കെ, ഹലോ സ്റ്റുഡൻറ്റ്. അപ്പം നമുക്ക് മൊഡ്യൂൾ 2-ൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മൊഡ്യൂൾ 2-ൽ വരുന്ന പോർഷനാണ് എയർ പൊല്യൂഷൻ. ജസ്റ്റ് തിയറിയേ ഉള്ളൂ എയർ പൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതുപോലെ തന്നെ നമ്മുടെ വായു മലിനീകരണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം പറയാം. എയർ പൊല്യൂഷൻ നിങ്ങൾ ടൗണിലൊക്കെ പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോയി യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ചെറിയൊരു ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ അത് കൂടുതലും നമ്മൾ ആ പോയി അനങ്ങേണ്ടത് ഉണ്ടാവില്ല. അത് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ കാരണം നമ്മൾ ഈ ടൗണിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ വണ്ടിയിൽ നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡാണ്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡിന് പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാ ഓക്സിജൻ്റെ ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സുഖമായിട്ട് അത് ഇൻടേക്ക് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ്റെ അളവും എല്ലാം കുറയും. അതാണ് നമുക്ക് ചെറിയ തോതിലൊരു ക്ഷീണം വരും. നമ്മൾ കുറച്ച് അളവിൽ ഇത് നമ്മളിപ്പം കയറ്റുന്നുള്ളൂ കാർബൺ മോണോക്സൈഡ്. കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡെത്ത് വരെ സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എയർ പൊല്യൂഷൻ നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ കർഷകർ പഞ്ചാബിലെ ഹരിയാനയിലെയൊക്കെ കർഷകർ അവർ കൃഷി കഴിഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ ഇതെല്ലാം വേസ്റ്റ് എല്ലാം ഇട്ട് കത്തിക്കുമ്പോൾ ഫോഗും കാര്യങ്ങളും അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അതാണ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ സംഭവം. ഇനി ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻസ്. അപ്പം ഇത് കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതിൽ നമുക്ക് പ്രൈമറി പൊല്യൂട്ടൻസും ഉണ്ട്, സെക്കൻഡറി പൊല്യൂട്ടൻസും ഉണ്ട്. ഈ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡയറക്റ്റായിട്ട് ഇപ്പം ഒരു ഫാക്ടറിയിൽ നിന്ന് സൾഫർ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഉള്ള പൊല്യൂട്ടൻ്റ് ആണ്. അത് സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം ഈ ഡൽഹിയിലൊക്കെ സംഭവിക്കുന്ന സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കർഷകർ ഇത് കത്തിക്കുന്നു, അതെന്ത് ചെയ്യുന്നു, ഈ ഫോഗുമായിട്ട് മിക്സ് ചെയ്ത് തണുപ്പ് കാലം ആകുമ്പോഴത്തേക്ക് ഫോഗുമായിട്ട് മിക്സ് ചെയ്ത് എന്തുണ്ടാകുന്നു, സ്മോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊല്യൂട്ടൻ്റായിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു പ്രൈമറി പൊല്യൂട്ടൻറ്റും വേറെ ഒന്നുമായിട്ട് മിക്സ് ചെയ്തുണ്ടാകുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു ടെക്നിക്കൽ ടേമാണ്, ചെറിയ അതൊന്ന് ഓർക്കുക. പിന്നെ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം, നിങ്ങളിത് വായിച്ചു കാണാം. ഫസ്റ്റ് ബേണിങ് ഓഫ് ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എയർ പൊല്യൂഷൻ ഉണ്ടാകും. നമുക്കറിയാവുന്ന കാര്യമാണ്. കോളും പെട്രോളിയവും ഇതെല്ലാം കത്തുമ്പോൾ എന്താണ് വേസ്റ്റ് ഉണ്ടാകുന്നത്. വെഹിക്കിളിലൊക്കെ നമ്മൾ പെട്രോൾ അടിച്ചൊക്കെ പോകുമ്പോൾ ലാസ്റ്റിലത് എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം ഇതാണ്, കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ അവിടെ നിന്ന് വരുന്നത്. അടുത്തതാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിലും കാരണവും നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ അമോണിയം ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അമോണിയം ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അതൊരു ഹസാർഡസ് ഗ്യാസ് ആണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഈ പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ഒക്കെ നമ്മൾ വളമൊക്കെ ഒത്തിരിയായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലാസ്റ്റിൽ അതും എയർ പൊല്യൂഷൻ ഉണ്ടാക്കാറുണ്ട്, ഇതെല്ലാം കൂടെ കത്തിച്ച് കളയുമ്പോഴത്തേക്ക്. പിന്നെ ഫാക്ടറിയിൽ നിന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ്, അവിടെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബണും കാര്യങ്ങളൊക്കെ തന്നെയാവും. അടുത്ത മൈനിങ് ഓപ്പറേഷൻ, നമ്മുടെ കോൾ മൈൻസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലും ഒക്കെ എയർ പൊല്യൂഷൻ ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിനായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്ന അവിടുത്തെ കോൾ മൈനിങ്ങിലെ വർക്കേഴ്സിനെയാണ്. അവർ ഈ കൽക്കരി ഖനി, അതുപോലെ തന്നെ ഈ ഡയമണ്ട് അങ്ങനത്തെ ഖനികളുണ്ടല്ലോ, കൊബാൾട്ട്, അതെല്ലാം ഖനിയിൽ അവിടുത്തെ ജോലിക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് അവരുടെ ഹെൽത്തിനെ ഇത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ഇതെപ്പോഴും ഈ സാധനം ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തത് ഇൻഡോർ എയർ പൊല്യൂഷൻ. അത് നമ്മുടെ വീട്ടിൽ പെയിന്റ് അടിക്കുന്നത്, അങ്ങനെ ക്ലീനിങ് പ്രോസസ്സ്, അതെല്ലാം ചെറിയ തോതിൽ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്ത എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എയർ പൊല്യൂഷൻ കാരണം എന്തൊക്കെ എഫക്റ്റുകളാണ് വരുന്നത്. ഒന്ന്, നമ്മുടെ റെസ്പിറേറ്ററി ഹേർട്ട് പ്രോബ്ലംസ്, നമുക്ക് ശ്വസിക്കാനുള്ള പ്രോബ്ലംസ്, ബുദ്ധിമുട്ടുണ്ടാവും. ഹേർട്ടിനും ഇത് പ്രോബ്ലം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ് ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഗ്ലോബൽ വാർമിങ് ഉണ്ടാകുന്നുണ്ട് അല്ലേ, ഈ ഗ്യാസസ് കാരണം.
ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? സീ ലെവൽ അങ്ങനെയൊക്കെ മെൽറ്റ് ചെയ്യും. ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. പല ദ്വീപുകളും ഒക്കെ ഇപ്പൊ വളരെ ഇതിലാണ് ഈ ഈ പസഫിക് ഓഷ്യനിലെ നറു എന്നൊക്കെ പറഞ്ഞ ചില ദ്വീപുകളുണ്ട്. അതൊക്കെ എപ്പോൾ കിരിബാട്ടി, അതൊക്കെ എപ്പോൾ വേണേലും, ടുവാലു, അതൊക്കെ എപ്പോൾ വേണേലും മുങ്ങാന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ ആസിഡ് റെയിനും ഇത് കാരണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഗ്യാസസ് എല്ലാം കൂടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ എന്താ നമ്മുടെ ഈ വാട്ടർ വേപ്പറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആസിഡ് റെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് വൈൽഡ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യനെ എഫക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മൃഗങ്ങളെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇത് റെഡ്യൂസ് ചെയ്യാം? ഇത് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരുമിച്ചൊരു 4 പേര് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാർ, 4-5 പേര് വരുന്നുണ്ടെങ്കിൽ ഒരു കാറിൽ വരാം. 5 കാർ എടുക്കുമ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. ഇപ്പോൾ കാർ പൂളിങ് അതുപോലുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ കൂടുതൽ നല്ല ബസ്സിൽ വരിക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും നല്ലത്. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. പിന്നെ എനർജി കൺസർവ് ചെയ്യുക. ഫാന്, ലൈറ്റ്, സ്വിച്ച് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓഫ് ചെയ്യുക. അങ്ങനെ വേസ്റ്റേജ് കുറയ്ക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, റെഡ്യൂസ്, റീസൈക്കിൾ, അതുപോലെ റീയൂസ്. ഈ 3R കൺസെപ്റ്റ് എന്നുള്ളത് ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. അതുപോലെ എംഫസൈസ് ഓൺ ക്ലീൻ എനർജി റിസോഴ്സസ്. അതുപോലെ തന്നെ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യാം, നമ്മളും ഇപ്പൊ ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് കാറും അതോ ഇലക്ട്രിക് ബൈക്കും ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് നമ്മളും തിരിയുക. അപ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഭാവിയിലേക്ക് ഇത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഇത് വേണം. ഇപ്പൊ തന്നെ ഗവൺമെന്റ് നമ്മുടെ ടാക്സിലൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ കുറെ റിഡക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ നല്ലതായിട്ട് രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇത് എടുക്കും. യൂസ് എനർജി എഫിഷ്യന്റ് ഡിവൈസ്. അതുപോലെ തന്നെ LED ലൈറ്റുകൾ യൂസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഴയ ബൾബുകളൊന്നും മിക്കവാറും വീടുകളിൽ യൂസ് ചെയ്യാറില്ല. അത് നമുക്കും നല്ലതാണ്, നമ്മുടെ ബില്ലും കുറയും, അതോടൊപ്പം തന്നെ പൊല്യൂഷനും കുറയും. അതുപോലെ തന്നെ എയറിന്റെ ക്വാളിറ്റി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അടുത്തൊരു പൊല്യൂഷനാണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ബോഡീസിലെ കണ്ടാമിനേഷൻ. നമ്മുടെ ലേക്ക് ആവാം, റിവർ ആവാം, ഓഷ്യൻ ആവാം, പിന്നെ ഗ്രൗണ്ട് വാട്ടർ ആവാം. അക്വിഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അക്വിഫറിൽ നിന്നാണ് നമുക്ക് നമ്മുടെ കിണറിനൊക്കെ വെള്ളം കിട്ടുന്നത്. ഒരു അക്വിഫർ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഇത്ര ഓർത്താൽ മതി, ഒരു നമ്മുടെ മണ്ണിന്റെ അടിയിൽ ഈ ചില പാറകളുണ്ട്. ആ പാറകൾ ഒരു ലെയർ പോലെ ഇരിക്കും. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം കാണും. ആണ് അക്വിഫർ. സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഇതൊന്ന് ഓർത്തിരിക്കണം. രണ്ട് സോഴ്സ് ആണ് വാട്ടർ പൊല്യൂഷൻ. പോയിന്റും നോൺ പോയിന്റ്. പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിയുടെ പൊല്യൂഷൻ ആ നദിയിലേക്കാണ് കളയുന്നത് നമുക്കറിയാം. അപ്പൊ അവര് കളയുന്ന ഒരു പൈപ്പ് കാണും. അപ്പോൾ ആ പോയിന്റ് അപ്പോൾ നമുക്കറിയാം അത് അവിടെ കളയത്തുള്ളൂ. അപ്പൊ കൃത്യമാണ്. പക്ഷെ നോൺ പോയിന്റ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കൃഷി സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ മഴ പെയ്യുന്നു. അപ്പൊ സ്ലോപ്പിംഗ് ആയിട്ടുള്ള കൃഷി സ്ഥലമാണ്, അവിടെ മഴ പെയ്യുന്നു. അപ്പൊ അവിടുന്ന് വെള്ളം പല ഭാഗത്തു നിന്നൊക്കെ ഒലിച്ച് ഏതെങ്കിലുമൊക്കെ ഡയറക്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ഡയറക്ഷനിൽ കൂടെ ആയിരിക്കും റിവറിലെത്തുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം കുറെ വൈഡ് ഏരിയയിൽ കൂടെ ആയിരിക്കും. അപ്പൊ കറക്റ്റ് ഒരു പോയിന്റ് ഇല്ല. അങ്ങനത്തെ പൊല്യൂഷനാണ് നോൺ പോയിന്റ്. പല മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നൊക്കെ വരുന്നതാവും. അപ്പൊ നമുക്ക് കറക്റ്റ് ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പോയിന്റ് സോഴ്സ് ആണ് നമുക്ക് ആ ഫാക്ടറിയുടെ ആ ഔട്ട്ലെറ്റിന്റെ അവിടെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ ഇവര് കളയുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാൻ അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ഇത് വൈഡ് ഏരിയയിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂഷന്റെ കോസസ്? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയിൽ നിന്ന് ഉള്ള വേസ്റ്റുകൾ കൊണ്ടിടും, അതാണ് ഒരു ഇത്. പിന്നെ സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ. നമ്മുടെ ഈ ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാലോ, വലിയ ഫ്ലാറ്റിലൊക്കെ അതിന്റെ സെപ്റ്റി ടാങ്കും അങ്ങനത്തെ ഒക്കെ നമ്മുടെ ലാസ്റ്റില് ഏതെങ്കിലും റിവറിലേക്ക് തന്നെയായിരിക്കും ഇത് കൊടുക്കുന്നത്. വേസ്റ്റ് വാട്ടറും എല്ലാം അങ്ങോട്ടാണ് തള്ളുന്നത്. മൈനിങ് ആക്ടിവിറ്റി, മൈനിങ്ങിന്റെ വേസ്റ്റും ഈ കോൾ മൈൻസിലും ഒക്കെ ലാസ്റ്റിൽ ഈ കൽക്കരിയൊക്കെ എടുത്ത് കുറെ ഇതുപോലെ ലിക്വിഡ് ഫോം ഉണ്ട്, അതെല്ലാം ലാസ്റ്റില്
മിക്സ് ചെയ്തിട്ട് ആ വേസ്റ്റ് എല്ലാം റിവറിലേക്കൊക്കെ തന്നെയാണ് ഇടുക. അത് മറൈൻ ഡംപിങ്. അതുപോലെ തന്നെ ഈ ഒത്തിരി വേസ്റ്റുകൾ ഇപ്പം ചില രാജ്യങ്ങളിലൊക്കെ കടലിലേക്കാണ് കൊണ്ട് ഡംപ് ചെയ്യുന്നത്. അതാണ് മറൈൻ ഡംപിങ്. അതുപോലെ ആക്സിഡന്റൽ ഓയിൽ ലീക്കേജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചില ഇതിലൊക്കെ ഈ നമുക്കറിയാലോ ഈ വലിയ ഷിപ്പിലാണ് ഈ ഓയിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് കിട്ടുന്നത് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പം ചില കേസുകളിൽ എന്തുണ്ടാവും, എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് ഈ ഓയില് മിക്സ് ആകാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആവും വെള്ളം. അല്ല, ഫോസൽ ഫ്യൂവലിന്റെ ബേണിങ് ഒരിതാണ്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന വളം പെസ്റ്റിസൈഡും എല്ലാം മഴ പെയ്യുമ്പം അത് ഒഴുകി നമ്മുടെ റിവറിലേക്കൊക്കെ തന്നെ എത്തും. അതുപോലെ സീവർ ലൈനിന്റെ ലീക്കേജുകൾ, അതുപോലെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെർണോബൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം ഉക്രൈനിലാണ് ഇപ്പോൾ. അല്ലെ ഫുക്കുഷിമ ജപ്പാൻ, അവിടെയൊക്കെ എന്താ ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വേസ്റ്റ് അന്ന് പൊട്ടിയതിന്റെ ഇപ്പോഴും എന്താണ് അതിന്റെ അടുത്തുള്ള ആൾക്കാരിലും അവിടുത്തെ വാട്ടറിലും ഒക്കെ അതിന്റെ എഫക്റ്റ് ഉണ്ട്. അർബൻ ഡെവലപ്മെന്റ് സംഭവിക്കുമ്പോഴും ഉള്ള ആൾക്കാരും ഒക്കെ ഒരു സിറ്റിയിലേക്ക് കൂടുതൽ വരും. അപ്പം നമ്മൾ തുണി കഴുകുന്നു, നമുക്ക് ഫുഡ് ഉണ്ടാക്കാം, അതെല്ലാം വേസ്റ്റ്. വെള്ളം എല്ലാം ലാസ്റ്റില് പൊല്യൂഷൻ ആണ്. ലാൻഡ് ഫില്ലിന്റെ ലീക്കേജ്. ഈ ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ ചില ഏരിയ കാണുമല്ലോ. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ വേസ്റ്റ് എല്ലാം കൂടെ തള്ളും. അപ്പൊ അവിടെ ഇതെല്ലാം വേസ്റ്റ് എല്ലാം കൂടെ കെട്ടി നിന്നിട്ട് ലാസ്റ്റില് ഇതിങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ അതിൽ നിന്ന് ചെറിയ ഇങ്ങനെ സള്ളേജ്, ഇങ്ങനെ ഗാർബേജിൽ നിന്നൊരു ചെറിയ സ്മെല്ലും അതിനോടൊപ്പം തന്നെ ലിക്വിഡ് പോലെ വരും. അതൊക്കെ ഒഴുകി ലാസ്റ്റിൽ ഈ മഴയോടൊപ്പം തന്നെ പോയി ഏതെങ്കിലും റിവറിൽ പോയി ആനിമൽ വേസ്റ്റ് വരുന്നൊരു കാരണമാണ്. പിന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ലീക്കേജ്. നമുക്കറിയാം ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഗ്യാസ് പൈപ്പ് ലൈനും അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ലൈനും ഒക്കെ പോകാറുണ്ട്. അതിന്റെ ഗ്യാസ് എന്ത് സംഭവിച്ചാലും അത് വെള്ളത്തിലേക്ക് മിക്സ് ആവും. ഇത് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാനുകളും കാര്യങ്ങളും വേണം. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സീവേജ് ട്രീറ്റ്മെന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ വെള്ളം ഫ്ലഷ് ചെയ്യുമല്ലോ ബാത്റൂമിൽ, ആ ഫ്ലഷ് ചെയ്യുന്ന വാട്ടറൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് അത് ചെടികൾക്ക് യൂസ് ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. നല്ല പ്രിവെന്റ് റിവർ വാട്ടർ ടു ഗെറ്റ് പൊല്യൂട്ടഡ്. ഇത് അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളും എല്ലാം ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം, റിവർ ഒന്നും പൊല്യൂട്ടഡ് ആവാതിരിക്കാൻ. പിന്നെ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് ബിഫോർ ഡിസ്ചാർജ്. ഒരു കാര്യം ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പേ അതിന്റെ നമുക്ക് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്തിട്ട് വേണം ഇടാൻ. ഇപ്പൊ ചില കെമിക്കൽസ് ഒക്കെ ഡയറക്റ്റ് വെള്ളത്തിൽ പോകുമ്പോഴാണ് ഭയങ്കര എഫക്റ്റ്. അത് കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇതായിട്ട് പോകണമെങ്കിൽ അത്ര എഫക്റ്റ് കുറഞ്ഞിരിക്കും. അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ലോ ഫോളോ ചെയ്യുക. അതുപോലെ ഡ്രെയിനേജ് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുക, ട്രീറ്റ്മെന്റ് പ്ലാനുകൾ എടുക്കുക, അങ്ങനത്തെ കാര്യം. പിന്നെ റുട്ടീൻ ക്ലീൻ ചെയ്യണം. അതുപോലെ സെൽഫ് ഹൈജീൻ, നമ്മൾ തന്നെ എല്ലാം കുറെ നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുക. സാനിറ്റൈസ് ചെയ്യുക, സാനിറ്റേഷൻ ചെയ്യാം. അതുപോലെ പബ്ലിക് അവയർനെസ് കൊടുക്കുക വെള്ളത്തിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് എയർ വാട്ടർ പൊല്യൂഷന്റെ കാര്യങ്ങൾ. ഓക്കെ, ഇത് ബേസിക്കലി തിയറിയാണ്. അപ്പൊ ഇവിടെ രണ്ട് പോയിന്റ് ഓർത്തിരിക്കണം. വെള്ളത്തിനാണെങ്കിൽ 2 പോയിന്റ് സോഴ്സും ഉണ്ട്, നോൺ പോയിന്റും ഉണ്ട്. പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇത് ഇന്നിടത്ത് നിന്നാണ് വന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇന്ന ഫാക്ടറിയിലെ വേസ്റ്റ് ആണ് നമുക്ക് പറയാം. ചില കേസിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ നിന്ന് വരും, അപ്പൊ നമുക്ക് അവിടെ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. അതാണ് നോൺ പോയിന്റ്. ഇനി അതേപോലെ തന്നെ എയർ പൊല്യൂഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി പൊല്യൂട്ടന്റ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിസൾട്ടാണ് പൊല്യൂട്ടന്റ്. ഫാക്ടറിയിൽ നിന്ന് വിടുന്ന ഗ്യാസ് ഡയറക്റ്റ് അങ്ങ് പോകും. ഈ സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്റർമിങ്കിൾ ചെയ്തിട്ട് ഒരു പ്രൈമറി പൊല്യൂട്ടന്റ് ഇന്റർമിങ്കിൾ ചെയ്തിട്ട് ഉണ്ടാകും. സ്മോഗ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇതൊന്ന് വായിച്ചൊക്കെ നോക്കുക. ഓക്കെ, താങ്ക് യു.